ശിഷ്യന്മാരെ, ഇതാ എന്റെ സ്നേഹത്തിന്റെ വിരുന്നുമേശ ഒരുങ്ങിയിരിക്കുന്നു. അന്ത്രയോസേ, ശിമയോനെ, യോഹാൻ, ദിദിമോസ്, വാ, എല്ലാവരും വാ. നിങ്ങളുടെ കൂടെ ഈ പെസഹ ആഘോഷിക്കുവാൻ ഞാൻ എന്തുമാത്രം കൊതിച്ചു വന്നു. സ്വർഗരാജ്യത്തിൽ ഇനി ഒരുമിക്കുന്നത് വരെ വീഞ്ഞിന്റെ പാത്രത്തിൽ എന്റെ വിരൽ തൊടുകയില്ല. അരുമ ശിഷ്യന്മാരെ, ആത്മദുഃഖത്തിന്റെ ഈ രാത്രിയിൽ നിങ്ങളിലൊരാൾ എന്നെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കും. അത് ഞാനാണോ ഗുരു? ഞാനാണോ ഗുരു? ഞാനാണോ ഗുരു? ഞാനാണോ ഗുരു? യൂദാസ്, സ്നേഹിതരെ, മരണം കഴുകനെ പോലെ പറന്നിറങ്ങുന്ന ഈ രാത്രിയിൽ നിങ്ങളിലൊരാൾ എന്നെ തള്ളി പറയും. അത് ഞാനാണോ ഗുരു? ഞാനാണോ ഗുരു? അത് ഞാനാണോ? ശിമയോൻ, എങ്കിലും എന്റെ ഹൃദയം നിങ്ങൾക്ക് വേണ്ടി തുടിക്കുന്നു.
അമ്മേ, വന്ദനം. കെദ്രോൺ താഴ്വര എന്നെ വിളിക്കുന്നു. ആബാപിതാവിന്റെ സ്നേഹജ്വാല എന്നെ മുക്കിക്കളയുന്നു. ഓ സ്നേഹജ്വാലേ, എൻ്റെ ആത്മാവിനെ നിന്റെ ദിവ്യതീഷ്ണതയാൽ മൃദുവായി മുറിപ്പെടുത്തുന്നല്ലോ നീ. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. യൂദാ, നീ ചെയ്യാൻ ഉറപ്പിച്ചത് ശാന്തമായി ചെയ്തുകൊള്ളൂ. പക്ഷെ അപ്പോഴും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതൊക്കെ നിന്റെ ചങ്കിൽ ഉണ്ടാവട്ടെ. അവൻ പോകട്ടെ ഗുരു. മനസ്സുകൊണ്ട് അവൻ എപ്പോഴാ കൂടെ നിന്നത്? ശിമയോൻ, അന്ത്രയോസ്, വേണ്ടി പോകരുത്. അത് ശരിയാ. ബേഥനിയിലേക്ക് പോകാൻ ദിദിമൂസിന്റെ കൂടെ ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇടിമുഴക്കത്തിന്റെ പുത്രന്മാരെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല യാക്കോബേ. നിങ്ങൾക്ക് സ്ഥാനമായിരുന്നു വലുത്. സ്ഥാനമോഹത്തെ കുറിച്ചൊന്നും പറയണ്ട ശിമയോൻ. സ്വർഗത്തിന്റെ താക്കോൽ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു അന്ന് തൊട്ട് നിങ്ങളുടെ ഭാവം മാറാൻ തുടങ്ങിയതാ. മിണ്ടിപ്പോകരുത്, നിന്റെ ചെവി ഞാൻ ഛേദിക്കും. നിങ്ങൾക്ക് മതിയായില്ലേ ശിമയോൻ? മതിയായില്ലേ? ഈ വഴക്കിലൊന്നും പെടാതെ നിൽക്കുന്ന ഞങ്ങൾക്ക് ഇവിടെ ഒരു വിലയുമില്ല. മതിയാക്കൂ ശിഷ്യന്മാരെ, മതിയാക്കൂ. ഇടയനെ അടിക്കും, ആടുകൾ ചിതറുമെന്ന് ഞാൻ അന്ന് പറഞ്ഞത് മറന്നുപോയോ? ഒരു പഴംതുണി ചുറ്റി നിങ്ങളുടെ പാദങ്ങളിലേക്ക് വീണ് ഞാൻ പഠിപ്പിച്ചത് മനസ്സിൽ നിന്നും മഞ്ഞുപോലെ വേഗം മാഞ്ഞുപോയോ? ശിമയോൻ, യൂദാ, യാക്കോബേ, യോഹാൻ, മുമ്പിൽ വരാൻ ആഗ്രഹിക്കുന്നവനെന്നും പിമ്പിലായിരിക്കട്ടെ. ഒരു കാര്യം, നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കിയാൽ അന്ത്യം വരെ നിങ്ങൾ ഭിന്നിക്കും. മറിച്ച് എൻ്റെ നാമത്തെ നോക്കിയാൽ നിങ്ങളെന്നും ഒന്നിക്കും. ഒരു തൊഴുത്തും ഒരിടയനുമാകണം. ഭിന്നതകളുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന സാത്താനെ കാണാതെ പോകരുത്. മാപ്പ് പറഞ്ഞു തീർക്കാനാവാത്തതൊന്നും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. പക്ഷേ എനിക്ക് പോയി തരൂ. ഞാൻ പോകുന്നു. കാണാം ശിമയോൻ. യൂദാ, എന്റെ കുഞ്ഞി. അമ്മേ, എഴുതപ്പെട്ടതുപോലെ യേശുവ പോകുന്നു. കുഞ്ഞി, അകം ചുവന്ന ദൂതായി പഴം പോലെ ശോണിമയാർന്ന നിന്റെ മനസ്സ് ഈ അമ്മ കാണുന്നുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ നനവിൽ നിന്ന് ഇറ്റി വീഴുന്ന മീറത്തുള്ളികൾ ഈ അമ്മയെയും നനയ്ക്കുന്നുണ്ട്. നിന്റെ ബലിയിൽ ഒരു നിഴലായി ഞാനുമുണ്ട് കുഞ്ഞി. ഇതു നിങ്ങളോ
അവൻ്റെ സ്നേഹത്തിൽ അർപ്പിക്കാൻ നമുക്കിടവരട്ടെ. ഇന്ന് ഈ പരിശുദ്ധ കുർബാന അവൻ്റെ സ്നേഹത്തിൽ അർപ്പിക്കാൻ നമുക്കിടവരട്ടെ. നമുക്ക് രണ്ട് കരങ്ങളും നെഞ്ചിൽ വയ്ക്കാം. ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പം പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചോർക്കണം. യൂദായും പത്രോസും യൂദാസും പത്രോസും ഒരേ തെറ്റ് ചെയ്തു. രണ്ടുപേരും നാഥനെ മറന്നു, സ്വന്തം ഇഷ്ടം. രണ്ടുപേരും നാഥനെ മറന്നു, സ്വന്തം ഇഷ്ടം തേടിപ്പറന്നു. രണ്ടുപേരും നാഥനെ മറന്നു, രണ്ടുപേരും തന്നിഷ്ടം തേടിപ്പോയി. എന്നാൽ പത്രോസ് ചങ്കിനെ കൂട്ടിപ്പിടിച്ച് പറഞ്ഞു, മുഹൈമനീനൻ, യു ആർ ഗ്രേറ്റർ, യു ആർ ഗ്രേറ്റർ. നീ എൻ്റെ പാപത്തെക്കാൾ വലുതാണ്, നീ എൻ്റെ പാപത്തെക്കാൾ അഴുക്കിനേക്കാൾ വലുതാണ്. യൂദാ തൻ്റെ പാപത്തെ തന്നെ നോക്കി ഭയപ്പെട്ട് തളർന്നു. മറിയം ഇന്ന് നിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, കുഞ്ഞേ, നിന്റെ പാപം വലുതാണെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ കരുണ അതിലൊരുപാട് മുകളിലാണ്. കരങ്ങളിൽ നിന്ന്, നെഞ്ചിൽ നിന്ന് കരങ്ങൾ എടുത്തു മാറ്റാതെ, ഒരു ബൈബിൾ പ്രമേയമോ സ്കിറ്റോ ആയി കാണാതെ നിങ്ങളുടെ നെഞ്ചിൻ്റെ ഇടനാഴിയിലേക്ക് യൂദാസ് വരട്ടെ. നിങ്ങളുടെ നെഞ്ചിൻ്റെ ഇടനാഴിയിലേക്ക് യൂദാസ് വരട്ടെ. നമ്മുടെ നെഞ്ചിൻ്റെ ഇടനാഴിയിലേക്ക് യൂദാസ് വരട്ടെ. കുഞ്ഞി, മകനെ, നീ പിന്തിരിഞ്ഞു വന്നോ? അമ്മേ, പൂഴിമണ്ണിലൊരു വെള്ളി നാണയം മറഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടിരുന്നു. പിന്നെ നീ അത് അപ്പോൾ എടുക്കാതിരുന്നത്? അമ്മേ, അത് കുഞ്ഞി, തിമിരം കണ്ണിൽ നിന്നും കരളിലേക്ക് പടരുമ്പോൾ എന്റെ മകനല്ലാത്ത പലതിന്റെയും വെട്ടം നിന്റെ ചങ്കിലൊട്ടും. അമ്മേ, അങ്ങനൊന്നും പറയല്ലേ. ഒരു വെള്ളി നാണയം, ഒരൊറ്റ വെള്ളി നാണയം. അമ്മയോടായതുകൊണ്ട് ഞാൻ പറയാം. യേശുവ എന്നെ സ്നേഹിത എന്ന് വിളിച്ചിട്ടുണ്ട്, വിരുന്നിന് കൂടെ ഇരുത്തിയിട്ടുമുണ്ട്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് അതിലും അപ്പുറമാ. എല്ലാവരെയും ഭരിക്കുന്ന, എല്ലാവരെയും വരുതിക്ക് നിർത്തുന്ന ഒരു രാജാവ്. അവനെ ഞാൻ വിശ്വസിച്ചതാ. മുഴുവനായും എല്ലാം കൊടുത്തു. എല്ലാം കൊടുത്ത് എന്റെ കേശ കാലിയുമായി. എനിക്കെന്തെങ്കിലുമൊക്കെ വേണ്ടേ അമ്മേ? യൂദാ, എന്റെ കുഞ്ഞി, എന്റെ മകൻ തരാത്ത ഏത് ആനന്ദം വിലയ്ക്ക് വാങ്ങാനാണ് നിനക്ക് ഈ വെള്ളി നാണയം? ചന്തയിൽ നിന്ന് മെഴുത്ത കുഞ്ഞാടിനെ വാങ്ങാനോ അതോ ഉടയാട വാങ്ങാനോ? അമ്മേ, പോയി ശാന്തമായി ഉറങ്ങൂ യൂദാ. അത്താഴനേരവും സ്നേഹാർദ്രനായി നീ എന്റെ പാദവും കഴുകിയല്ലോ. ആരാരും കാണാതെ ആത്മാവിൽ പൂജിച്ച അരുതായ്മയൊക്കെയും അറിഞ്ഞുവല്ലോ. എങ്കിലും പരിഭവം കാട്ടാതെ എന്നാഥൻ അപ്പം മുറിച്ചെന്നെ
വാട്ടാതെ എന്നാഥൻ അപ്പം മുറിച്ചെന്റെ നേർക്കു നീട്ടി പാദം കഴുകി എന്നെ മുത്തിയിട്ടും നെഞ്ചോടണച്ച താഴമൂട്ടിയിട്ടും നിന്നെ മറന്നു പോയി ഞാൻ നാഥാ, നിൻ സ്നേഹം വെടിഞ്ഞു പോയി. ലോകസുഖങ്ങളാ 30 വെള്ളിയൻ മനസ്സും കവർന്നുവല്ലോ, മനസ്സും കവർന്നുവല്ലോ. യൂദാസ്, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ കേപ്പയാണ്. ഇല്ല, എനിക്കിപ്പോൾ ആരെയും മനസ്സിലാകില്ല. എനിക്ക് മനസ്സിലായില്ലായിരുന്നു. എന്റെ നാഥൻ ഒരു നിമിഷം മനസ്സിലാക്കാൻ പറ്റാതെ പോയി. നിർത്ത്, ഞാൻ പോകുന്നു. എങ്ങോട്ട്? സാത്താന്റെ താഴ്വരയിലേക്ക്. യൂദാസ്, ഞാനും പിഴവ് പറ്റിയ ആളാണ്. ഞാനും നീയുമെല്ലാം മനുഷ്യരാണ്. പക്ഷേ പാപം ഏറ്റെടുക്കുവാൻ യേശു ഉള്ളപ്പോൾ നാം നിരാശരാകണോ യൂദാസ്? കണ്ടോ, കയർ, എല്ലായിടത്തും കയർ. വാ യൂദാസ്, എന്റെ കഴുത്തിലേക്ക് വാ. വേണ്ട യൂദാസ്, വേണ്ട. വേണ്ട യൂദാസ്, യൂദാസ്. ഇല്ല യൂദാസ്, യേശുവായുടെ കരുണ എന്റെയും നിന്റെയും പാപത്തെക്കാൾ വലുതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഹായിമനീനൻ, മഹായിമനീനൻ, മഹായിമനീനൻ. ആബാപിതാവിന്റെ ആരോമലാമങ്ങ് ചോര ചിന്തിയ ഗത്സമനിൽ ഈ കാസ എന്നെയും കടന്നങ്ങു പോകട്ടെ എന്നു സാദരം പ്രാർത്ഥിച്ചവൻ. എങ്കിലും താതന്റെ തിരുഹിതം തേടുമ്പോൾ തീ കാഞ്ഞു ഞാനങ്ങേ മറന്നുപോയി. എങ്കിലും താതന്റെ തിരുഹിതം തേടുമ്പോൾ തീ കാഞ്ഞു ഞാനങ്ങേ മറന്നുപോയി. പാദം കഴുകി എന്നെ മുത്തിയിട്ടും നെഞ്ചോടണച്ച താഴമൂട്ടിയിട്ടും നിന്നെ മറന്നു പോയി ഞാൻ നാഥാ, നിൻ സ്നേഹം വെടിഞ്ഞു പോയി. കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ കുർബാനയ്ക്ക്